ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോയത് കൊണ്ട് തന്നെ കുറച്ച് പണവും കിട്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ തന്നെ സുകുമാരിയമ്മയും പ്രിയങ്കയും വീട്ടിലേക്ക് വന്നിരിക്കുകയും തന്ത്രിയുടെയും യശോദയുടെയും മുന്നിൽ ആ പണം ഇങ്ങനെ ഇരുന്ന് എണ്ണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അഹങ്കാരത്തോടെ അതിനെപ്പറ്റി സംസാരിക്കുന്നു. പ്രിയങ്കയുടെ കഴിവനുസരിച്ച് പ്രിയങ്കയ്ക്ക് എത്ര കൊടുത്താലും മതിയാവില്ലെന്നാണ് ആ ഡയറക്ടർ പറഞ്ഞത്. നാട്ടുകാർക്ക് മനസ്സിലായി, ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്നും സുകുമാരിയമ്മ പറയുന്നു. താൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ, താൻ തൻ്റെ ജോലി നോക്ക് എന്ന് യശോദയുടെ തന്ത്രി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു, ദേവോ അവിടെ ഒന്ന് നിന്നേ. ഈ പണം എന്തിനുള്ളതാണെന്ന് അറിയാമോ? വക്കീലിന് കൊടുക്കാനായിട്ടാ. എന്തിനാ? നീ വല്ലാണ്ട് സ്നേഹിക്കുന്ന വൃത്തിയിലെ രാധിക, അവളെ വരുണിൽ നിന്നും പിരിക്കാനായിട്ടാ. സിനിമാ നടിയായിട്ട് കുറേ സിനിമാ പുസ്തകങ്ങളിൽ ഇവളുടെ പേര് അച്ചടിച്ച് വന്നു കഴിയുമ്പോൾ ഇവൾ ലക്ഷമല്ല കോടികൾ ചോദിച്ചാൽ കൊടുക്കാൻ ആളുകളുണ്ടാകും. ആ കാശ് മുഴുവനും ഞങ്ങൾ ഉപയോഗിക്കും. അധികം വൈകാതെ ആ രാധിക ഇവിടെ ഉമ്മറത്തിരുന്ന് കരയുന്ന അവസ്ഥ നിനക്കുണ്ടാകും. നിനക്ക് കാണാമെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം കൂടി അങ്ങ് പറയല്ലേ മുത്തശ്ശി, പിന്നെ അവൾ കയറി വരുമ്പോൾ ഇവർക്ക് നല്ല വിഷമമുണ്ടാകുമെന്നും പറയുന്നുണ്ട്. സ്വത്ത് ഭാഗ്യക്കില്ല, എൻ്റെ ആവശ്യത്തിനുള്ള കാശും തരില്ല, പക്ഷേ സമ്പാദിക്കാൻ ഈ പ്രിയങ്കയ്ക്ക് അറിയാം. പണം ഞാൻ നേടും. ഞാൻ അറിയപ്പെട്ടാൽ പത്രക്കാരും മീഡിയക്കാരും എന്നെ തിരക്കി ഈ ഉമ്മറത്ത് വരുമ്പോൾ അച്ഛനും അമ്മയും ഞെളിഞ്ഞു നിൽക്കാൻ വന്നേക്കരുതെന്ന് പറയുന്നു. നീ എത്ര പ്രശസ്തിയിലായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ മോളെ. എന്തായാലും നിന്റെ നിഴലാവാൻ ഞാനും യശോദയും വരത്തില്ലെന്ന് സമ്പാദിച്ചു കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം നീ പറഞ്ഞു. ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണല്ലോ. പക്ഷേ എന്നിട്ടും ദൈവത്തിൻ്റെ തീരുമാനം നിങ്ങൾക്കെതിരാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. എൻ്റെ വിശ്വാസവും അതാണ് എന്ന് തന്ത്രി. നീ ഒന്ന് മിണ്ടാതിരിക്കേ. കാശുകൊണ്ട് നേടാൻ പറ്റാത്തത് ഈ ഭൂമിയിലില്ലെന്ന് സുകുമാരിയമ്മ. ഉണ്ടമ്മേ, പണ്ടമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു, പക്ഷേ ഇപ്പോൾ മനസ്സിലാകില്ലെന്നും പറഞ്ഞിട്ട് തന്ത്രി അവിടെ നിന്നും പോകുന്നുണ്ട്. യശോദയും പോകുന്നു. രണ്ടുപേരും പോയപ്പോൾ പ്രിയങ്കയും സുകുമാരിയമ്മയും സംസാരിക്കുകയാണ്. ഓ, പിടിച്ചില്ല. നിന്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ഈ ഇരിക്കുന്ന കാശിൻ്റെ അത്രയും ഉണ്ടാക്കാൻ സാധിക്കുമോ? അസൂയടി മോളെ. ഇനി ഇവിടെ നിന്നങ്ങോട്ട് അസൂയ കയറി വീർത്ത് വീർത്ത് പൊട്ടിച്ചാകുമെന്നൊക്കെ പറയുന്നു. നാളെ തന്നെ വക്കീലിന് കാശ് കൊടുക്കണമെന്ന് പ്രിയങ്ക. അത് എന്നോട് പ്രത്യേകം പറയണോ? നമ്മുടെ ലക്ഷ്യവും അത് തന്നെയല്ലേ എന്ന് സുകുമാരിയമ്മ പറയുന്നുണ്ട്. ശേഷം രാധികയും വരുണിനെയും കാണിക്കുന്നു. രാധികയ്ക്ക് ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. വരുണാണെങ്കിൽ നല്ല ഉറക്കത്തിലും. ഇടയ്ക്ക് വരുൺ നോക്കിയപ്പോൾ രാധിക എഴുന്നേറ്റിങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്, ഉറക്കമില്ലാതെ. ഇടയ്ക്ക് രാധിക വരുണിനെ നോക്കുമ്പോൾ ഉറങ്ങിയതുപോലെ കിടക്കുകയാണ് വരുൺ. രാധിക വിചാരിക്കുന്നത് വരുൺ നല്ല ഉറക്കത്തിലാണെന്നാ. ഒടുവിൽ വരുൺ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് രാധിക വരുണിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നല്ല ഉറക്കത്തിലായിരുന്നതുപോലെ അഭിനയിച്ച് എന്താടോ താൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എഴുന്നേക്ക് എന്നൊക്കെ രാധിക പറയുന്നു. അന്നൊരു ദിവസം വരുൺ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ശരിക്കും ശ്യാമമ്മയുടെ മോള് തന്നെയാണോ എന്ന്? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് വരുൺ. പറഞ്ഞു എനിക്ക് ഉറപ്പല്ലേ, എന്താ അങ്ങനെ പറഞ്ഞെന്ന് പറയ് എന്ന് രാധിക. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്ന് വരുൺ. രാധിക പറയുന്നു, അല്ല പറഞ്ഞേ. അന്ന് വരുൺ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞതാ, അതുകൊണ്ടാ. എന്നോട് എന്താന്ന് വെച്ചാൽ പറയേ എന്നൊക്കെ രാധിക നിർബന്ധത്തോടെ വരുണിനോട് പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ, ഇനി വല്ല സംശയവും തോന്നിയിട്ടാണോ എന്നൊക്കെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, എടോ രാത്രിയായി, കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാധികയുടെ ഈ ഒരു ടെൻഷൻസ് ഒക്കെ വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വരുൺ എന്നൊക്കെ രാധിക. പക്ഷേ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങുവാണോ എന്ന്. വരുൺ ചോദിക്കുന്നു, ഞാനാണോ കൊണ്ട് കുഴി ചാടിച്ചത്? ഞങ്ങൾ രണ്ടും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്, ഒരു ബന്ധമില്ലാത്തവർ ഇങ്ങനെ ഒരുപോലെ ഇരിക്കുമോ എന്നൊക്കെ രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഒരുപോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത് ഈ ലോകത്ത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, എന്നിട്ട് വരുണിനെ പോലെയുള്ള 7 പേരെ ഈ ലോകത്തുണ്ടോ? അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? എങ്കിൽ പോയിന്ന് കാണാനാ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ രാധിക. ആവശ്യമില്ലാത്ത കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് കൂട്ടത്തിൽ നിൽക്കുന്നത് എന്ന് വരുൺ. കഷ്ടമുണ്ട്, എൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, എല്ലാവരും പറയുന്നു. ഒന്നുമില്ലാത്ത ആ ഏട്ടത്തി പോലും പറഞ്ഞു ഞാനും ശ്യാമമ്മേടവും ഒരുപോലെയായിരിക്കുന്നതെന്ന്. അത് സത്യമല്ലേ? അവർ മുഖം കണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അല്ല ശ്യാമമ്മേടത്തിൻ്റെ മോളല്ലെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയമെന്ന് രാധിക പറയുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിനൊരു ഉത്തരം വേണ്ടേ? താൻ ആലോചിച്ചിരുന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കുക. എനിക്കാണെങ്കിൽ ഉറക്കം വന്ന് കണ്ണടയുന്നു എന്നൊക്കെ പറഞ്ഞ് വരുൺ കിടക്കാൻ തുടങ്ങുന്നു. ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, എങ്കിലും എൻ്റെ കൂടെ ഒന്ന് ആലോചിക്കാനെങ്കിലും ഒന്ന് ഇരുന്നൂടെ എന്ന് രാധിക.
തനിക്കെന്താ വട്ടുണ്ടോ? ശ്യാമ മേഡം എവിടെയോ കിടന്നൊരു സ്ത്രീയല്ലേ, അവർക്ക് മോളുമില്ല, തന്നെ പോലൊരു മകളുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ഇതാരാ? വരുണല്ലേ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മനുഷ്യന് മനസ്സമാധാനം കളയാനായിട്ട് ഓരോന്ന് തള്ളിക്കൊണ്ട് വന്നിട്ട്. വരുൺ പറയുന്നു, ഞാനിപ്പോൾ എന്തോ പറയാനാ? തൻ്റെ മണ്ടത്തരം അന്വേഷിച്ച് ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോണോ? അതോ ഈ പാതിരാത്രി ശ്യാമമ്മയെടുത്ത് വിളിച്ച് ചോദിക്കണോ? അപ്പോൾ അറിയാലോ അമ്മയാണോ മോളാണോ എന്നൊക്കെ. രാധിക പറയുന്നു, എന്തൊക്കെയാ വരുൺ ഈ പറയുന്നത്? എനിക്കറിയാവുന്ന ഒരു സൊല്യൂഷൻ അതാണ് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, വേണ്ട, കിടന്നുറങ്ങിക്കോ. ആ ശരി, എങ്കിൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുൺ കിടക്കുന്നു. രാധികയാണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുകയാണ്. ഉറക്കവും വരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വരുൺ ഇങ്ങനെ ആലോചിക്കുന്നു, മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്യാമ മേഡം തൻ്റെ അമ്മയാണെന്നുള്ള സത്യം താൻ മനസ്സിലാക്കിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ടല്ലേ ആ പാവം വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വരുൺ ആലോചിക്കുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, എന്നെ ഇങ്ങനെ വലയ്ക്കല്ലേ, എനിക്കൊരു ഉത്തരം പറഞ്ഞതാ എന്നൊക്കെ രാധിക പറയുന്നുണ്ട്. രാധികയ്ക്ക് ഒരു സ്വസ്ഥതയില്ലാത്തതുപോലെ. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. വക്കീലിൻ്റെ അരികിൽ പണവുമായി എത്തിയിരിക്കുകയാണ് സുകുമാരിയമ്മ. സാറേ, ഞാനും എൻ്റെ മോളും ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്തിരിക്കും. അതിന് ഒരു വഴിയില്ലെങ്കിൽ വേറൊരു വഴിയാണിത്. അവളിപ്പോൾ സിനിമാ നടിയാണ്. സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ ക്യാഷാണിത്. ഇനി സാറിന് കേസ് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് ചോദിക്കുന്നു. കേസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. നിങ്ങളെ സംബന്ധിച്ച് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് രാധിക എന്നേക്കുമായി ഒഴിഞ്ഞു പോകണം. ഇത് കേട്ട് സുകുമാരിയമ്മ പറയുന്നുണ്ട്, അത് പോകണം സാറേ. 2, വരുൺ പ്രിയങ്കയെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. അതും വേണമെന്ന് സുകുമാരിയമ്മ. കേസിൻ്റെ വകുപ്പനുസരിച്ച് രാധികയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വരുണിന് അർഹതയുണ്ടാകില്ല. നിർബന്ധമായി പ്രിയങ്കയെ സ്വീകരിക്കുകയും വേണം. പക്ഷെ അവർ തമ്മിലുള്ള ജീവിതം അത് രണ്ടുപേരുടെയും മാനസികമായ കാര്യമാണ്. അതിലിടപെടാൻ എനിക്ക് സാധിക്കില്ല. വേണ്ട സാറേ, ഈ പറഞ്ഞ 2 കാര്യവും എനിക്ക് നടത്തി തന്നാൽ മതിയെന്ന് പറയുന്നു. അവരെ ഒന്നിച്ച് ജീവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞിരിക്കും. പിന്നെ ജീവിതം അല്ലേ സാറേ, ഒന്നിച്ച് തുഴഞ്ഞോളുമെന്ന് പറയുന്നു. ആദ്യം വന്ന നിമിഷം മുതൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. മറ്റാർക്കുമില്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെന്ന് വക്കീല്. സാറേ, സുകുമാരി ജീവിതം ഒരുപാട് കണ്ടതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറയുന്നു. സാറേ, എനിക്കിപ്പോൾ സാറിനെ വിശ്വസിച്ച് ഇറങ്ങാണ്. ഈ കേസിൽ മറിച്ചൊരു വിധി ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നു. ഉണ്ടാകില്ല, ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു എന്ന് വക്കീൽ. ആരതിയെ കാണുകയാണ് സുകുമാരിയമ്മ. വക്കീലെ, ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് വക്കീലിനരികിലേക്ക് പോയിട്ട് സംസാരിക്കുന്നു. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോടതിക്ക് മുന്നിൽ എന്നെ നിർത്തി കുറെ വെള്ളം കുടിപ്പിച്ചതല്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ആരതി ചോദിക്കുമ്പോൾ, അയ്യോ സുകുമാരിക്കൊന്നും വേണ്ടേ, ഞാൻ കേസുമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. കേസിൻ്റെ വിഷയം ഏറെ കേസാ. കണിമംഗലത്തെ വരുണും പ്രിയങ്കയും തമ്മിലുള്ള ഒരു കേസാണ് എന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നുണ്ട്. നിയമപ്രകാരം അവർ ഭാര്യയും ഭർത്താവും അല്ലേ? അതിനിടയിൽ വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ ഒരാൾ കട്ടിലിൽ കയറി കിടന്നാൽ അത് ഞങ്ങൾക്ക് നാണക്കേടല്ലേ? അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചു. പകരം എൻ്റെ കൊച്ചുമകളെ കണിമംഗലത്തേക്ക് കയറ്റാനും തീരുമാനിച്ചു. പിന്നെ വക്കീലിനെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് വക്കീല് കോടതിയിൽ കയറി കുത്തിമറിയുന്നത് എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായി. പിന്നെ വക്കീല് ഞങ്ങൾക്കെതിരെ വാദിച്ച് ഒന്ന് ജയിച്ച് കാണിക്കണം. സുകുമാരി സമ്മതിച്ചു തരും നിങ്ങളെ. മേഡത്തിൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് പോകണം എന്നൊക്കെ ഒരു ഗുമസ്തൻ പറയുന്നുണ്ട്. ഇത് കേട്ട് സുകുമാരിയമ്മ പറയുന്നു, നിങ്ങളുടെ മേഡം എന്താ തമ്പുരാട്ടിയാണോ? ഈ ഭൂമിയിൽ എവിടെ നിൽക്കാനും സുകുമാരിക്ക് പ്രത്യേകിച്ച് ആരുടെയും അനുമതി വേണ്ട. ദാ കണ്ടോ, വക്കീലിൻ്റെ നാവിറങ്ങിയതുപോലെ ഒരു നിൽപ്പ്. ന്യായം സുകുമാരി പറയുന്നതാണ്. ഇത് കേട്ട് ആരതി പറയുന്നു, ഇതിനേക്കാൾ ആത്മവിശ്വാസത്തിൽ നിങ്ങളെയും പ്രിയങ്കയും ഞാൻ കണ്ടതാണ്. കുറച്ചു മുന്നേ നിങ്ങൾ പറഞ്ഞല്ലോ കോടതിക്ക് അകത്ത് വെച്ച് ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിച്ചു എന്ന്. അപ്പോൾ ഇതുപോലെയായിരുന്നു നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം. ഈ ലോകത്താരും നിങ്ങളെ കീഴടക്കില്ല എന്നൊരു ആത്മവിശ്വാസം. ഒരു ഒറ്റ ഹിയറിംഗ് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ലേ? വരുണിനും രാധികയ്ക്കും വേണ്ടി കേസിന് ഹാജരാകുന്നത് ഞാൻ തന്നെയായിരിക്കും. സുകുമാരിയമ്മയുടെ ഒരു സമാധാനത്തിന് ആരതി വർമ്മ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. മറ്റുള്ളവരോട് പറഞ്ഞേക്ക്, സുകുമാരിയമ്മേ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സത്യത്തിൻ്റെ അടിത്തറയാണ് ഓരോ കോടതിയും കെട്ടിപ്പടുത്തേക്കുന്നത്. അതിനെ നുണകൾ കൊണ്ട് കീഴടക്കാൻ താൽക്കാലികമായി മാത്രമേ സാധിക്കൂ. ശാശ്വതമായി ജയിക്കുന്നത് സത്യം തന്നെയായിരിക്കും. ആ സത്യം വരുണിൻ്റെയും രാധികയുടെയും കൂടെയായിരിക്കും. അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾ ജയിക്കുകയും അവരൊന്നിച്ച് ജീവിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്.
ഇത്രയും പറഞ്ഞ് ആരതി അവിടെ നിന്ന് പോയപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സുകുമാരിയമ്മ. അവൾ അവസാനം പറഞ്ഞത് എന്താ, എന്തെങ്കിലും ആവട്ടെ, തോറ്റ് തുന്നം പാടുമ്പോൾ ഇവളുമാർക്കൊക്കെ ഉള്ള ഒരു അസുഖമാണ് ഇംഗ്ലീഷ് പറച്ചില്. അന്ന് ഇവള് ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചെങ്കിൽ ഇവളെ വെള്ളത്തിൽ മുക്കി ഞാൻ കൊല്ലും എന്നും സുകുമാരിയമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം ശ്യാമയെ കാണിക്കുന്നു. ശ്യാമയും ഒരു ടെൻഷനിൽ തന്നെയാണ്. ഒരു ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട്. വരുന്നത് മറ്റാരുമല്ല, ആരതിയാണ് വന്നത്. എന്താ മോളെ, എന്തൊക്കെയോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലേ പോയത്, എന്താ എന്നിട്ട് പെട്ടെന്ന് വന്നത് എന്ന് ശ്യാമ ആരതിയോട് ചോദിക്കുന്നു. അതിനേക്കാൾ ഗൗരവമായൊരു കാര്യമുണ്ട്. ആ സുകുമാരിയമ്മ വീണ്ടും അഡ്വക്കേറ്റിനെ കാണാൻ പോയി. എൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് വിവരം പറഞ്ഞത്. പണം അവർ വേറെ എവിടുന്നോ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. കേസ് സ്ട്രോങ് ആവും. വരുണിനും രാധികയ്ക്കുമെതിരെ കുറ്റങ്ങൾ ഒരുപാട് ചാർത്തുകയും ചെയ്യും. മോളെ കുഴപ്പമാവോ എന്ന് ശ്യാമ. കുഴപ്പമാകാൻ പാടില്ല. ഈ കേസ് എങ്ങനെയെങ്കിലും നമ്മൾ ജയിച്ചേ പറ്റൂ. രാധികയുടെ ജീവിതമല്ലേ എന്ന് ആരതി പറയുന്നു. കോടതിയുടെ കാര്യം മോൾക്കല്ലേ അറിയാവൂ, പേടിക്കാൻ ഒന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ എടുത്ത് അമൃത ചോദിക്കുന്നു. ചെറിയമ്മേ, ഞങ്ങൾ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജയം മാത്രമല്ല തോൽവിയും മുന്നിൽ കാണും. അങ്ങനെ വേണമെന്നാണ് അതിൻ്റെ രീതി. പക്ഷേ ഇവിടെ ഞാൻ കേസ് വാദിക്കുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ചെറിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ തോറ്റുപോയാൽ ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയ ഒരു അനുഭവങ്ങളൊക്കെ അത് ഒരു പ്രയോജനവും ഇല്ലാണ്ടായി പോകും. മോൾ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറഞ്ഞ് ശ്യാമ ആരതിയും കൂട്ടി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുന്നു. പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രാധിക മോൾ അങ്ങ് തീരുമാനിക്കുന്ന വഴിയിലൂടെ എൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൃഷ്ണ. അവർ രണ്ടുപേരും മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് പരീക്ഷിക്കപ്പെട്ടതാണ് എൻ്റെ മോളുടെ ജീവിതം. അവൾക്ക് വേണ്ടി കോടതിയിൽ ആരതിയാണ് വാദിക്കുന്നത്. കോടതിയിൽ അവൾ ജയിക്കണം, എൻ്റെ മോളും. അതല്ല വീണ്ടും വീണ്ടും അവളെ പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ ഞാനിവിടെ ഭഗവാന്റെ മുന്നിൽ തലതെളിച്ചാവും എന്നൊക്കെ ശ്യാമ കണ്ണന് മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ ഒരു മാർഗവും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കേട്ട് അമൃതയും ആരതിയും സങ്കടപ്പെട്ട് നിൽക്കുന്നു. പെട്ടെന്നാണ് കൃഷ്ണൻ്റെ കഴുത്തിൽ കിടന്ന ആ ഒരു മാല ശ്യാമയുടെ കയ്യിൽ പോയി വീഴുന്നത്. അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് മൂന്ന് പേരും. എങ്ങനെയാണിത് വന്നത് എന്നറിയില്ല. മോളെ, ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും സൂചന എനിക്ക് തരാറുണ്ട്. ഇത് അതിൻ്റെ തെളിവാണെന്ന് ശ്യാമ. ഭഗവാൻ ഇങ്ങനെ എന്തെങ്കിലും തെളിവ് കാണിച്ചാൽ ആ അവസരങ്ങൾ ശ്യാമയുടെ ജീവിതത്തിൽ പരാജയമായിട്ടില്ലെന്ന് അമൃതയും ആരതിയോട് പറയുന്നു. കണ്ണ, സന്തോഷമായി. എൻ്റെ പ്രാർത്ഥന തട്ടിക്കളഞ്ഞില്ലല്ലോ, എൻ്റെ മോളെ കാക്കുമല്ലോ എന്നൊക്കെ ശ്യാമ പറയുന്നു. മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ അമ്മയെന്നൊന്ന് വിളിച്ചിട്ട് എൻ്റെ ജീവൻ എടുത്താൽ പോലും എനിക്ക് ഒരു പരിഭവമില്ലാതെ ഈ ലോകത്തുനിന്ന് ഞാൻ മടങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആ ആക്ടറിനെ കണ്ടിട്ട്, ആ ഒരു ഹീറോയിനെ കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല സുകുമാരി അമ്മയ്ക്ക്. ഓരോന്ന് പ്രിയങ്കയോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കെ, ഒതുങ്ങി നിന്ന് ഒന്നോ രണ്ടോ പടം ചെയ്താൽ നമുക്കും ഈ ചാൻസ് ഒക്കെ കിട്ടുമെന്ന് പ്രിയങ്ക സുകുമാരി അമ്മയോട് പറയുന്നു. അന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്നു. അവിടെ ആ ഹീറോയിന് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട് ആ പയ്യനോട്, ഡാ ചെറുക്കാ, നിന്നെ തന്നെ ഇങ്ങോട്ട് വന്ന്, എൻ്റെ പേര് നന്ദു എന്നാണ്, അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. നന്ദു, വെള്ളം എടുക്കാൻ നിൽക്കുന്ന നിന്നെ ഞാൻ പേര് വിളിക്കാം, അല്ലെങ്കിൽ തമ്പുരാനെ എന്ന് വിളിക്കാം. ഡാ, അതെന്തോന്ന് ജ്യൂസ് അവക്ക് കൊടുത്തതെന്ന് ചോദിക്കുന്നു. അത് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്, അത് മെനുവിലുള്ളതാണെന്നൊക്കെ ആ പയ്യൻ പറയുന്നു. അതിലൊരെണ്ണം ഇവൾക്കും കൊടുക്കാനായി പറയുന്നു. ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, അല്ലാതെ ഇവന്മാർക്ക് ഇവിടെ എന്തോ പണിയെന്ന് സുകുമാരിയമ്മ ചോദിക്കുന്നു. പോയി എടുത്തിട്ട് വരാൻ പറയുന്നു. ഇവന്മാർക്ക് ആ സിനിമ തലയിൽ കൊണ്ട് നടക്കുന്നതെന്ന ധാരണ, അത് എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പറയുന്നു. മുത്തശ്ശി, ഞാൻ വീണ്ടും പറയാണ്, എങ്ങനെയെങ്കിലും നമുക്കിവിടെ പിടിച്ചു നിൽക്കണം. ഇത് നമ്മുടെ അവസാനത്തെ പിടിവള്ളിയാണെന്ന് പ്രിയങ്ക. എന്താടി, നീ ചാവാൻ പോവാണോ? ഒന്ന് പോകാൻ പറയടി. വായ കീറിയിട്ടുണ്ടെങ്കിൽ ഇരയ്ക്കുള്ള വകയും ദൈവം കാണിച്ചു തരും. എനിക്ക് പേടിയൊന്നുമില്ലെന്ന് സുകുമാരിയമ്മ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ജ്യൂസ് പ്രിയങ്കയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു. എന്നാൽ അതിനും സുകുമാരിയമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതെന്താടാ ഈ ഗ്ലാസ്സിലെന്ന് ചോദിക്കുന്നു. ഈ ഗ്ലാസ്സാണ് മേഡത്തിന് എന്ന് പറയുമ്പോൾ, നീ പോയി അവക്ക് കൊടുത്ത അതേ ഗ്ലാസ്സിൽ കൊണ്ടുവരാനായി പറയുന്നു. ശരത്ത് ആ സമയം അവിടേക്ക് വരുന്നു. ശരത്തെ, നീ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ? അവൾക്ക് കൊടുത്ത അതേപോലത്തെ ഗ്ലാസ്സിൽ എൻ്റെ മോൾക്കും ജ്യൂസ് കൊടുക്കണമെന്ന് സുകുമാരിയമ്മ വാശി പിടിക്കുന്നു. വേണമെങ്കിൽ കുടിക്കുക, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് മനു. ആഹാ, അത് കൊള്ളാലോ, വേണമെങ്കിൽ കുടിക്കാനോ? ഞങ്ങളെന്താ നിന്റെ കയ്യിൽ നിന്ന് ദാനം വാങ്ങിക്കാൻ വന്നതാണോ? കൂലിപ്പണി ചെയ്യാൻ വന്നവൻ കൂലിപ്പണി ചെയ്താൽ മതി, ഇല്ലാതെ സംസാരിക്കാൻ നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ ആ നന്ദു പറയുന്നു, തല്ലാനോ? എന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് തല്ലി നോക്ക്. പക്ഷേ നിങ്ങളുടെ മോള് ഒരു സിനിമയിലും പിന്നെ അഭിനയിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന ഇവിടെയാന്ന് പറഞ്ഞ് ജ്യൂസ് അവിടെ വെച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു.
എന്താ മുത്തശ്ശി ഇത്, അവരോട് അങ്ങനെ സംസാരിക്കരുത് എന്ന് ശരത്ത്. വേലക്കാരോട് പിന്നെ എങ്ങനെ സംസാരിക്കാനാണ് എന്ന് മുത്തശ്ശി. ആ ചെറുക്കൻ പറഞ്ഞതുപോലെ ആ ചെറുക്കൻ പരാതി എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. എന്താ പ്രിയങ്ക ഇത് എന്ന് ശരത്ത്. ഞാൻ പറഞ്ഞതാ ശരത്തെ എന്ന് പ്രിയങ്ക. ആ സംഘടനയിൽ ഞാൻ പണി കൊടുക്കും, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.